നമസ്കാരം. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ദേശവിരുദ്ധ ശക്തികളും ചില ഡിജിറ്റൽ ഇൻഫ്ലുവൻസർമാരും നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ദില്ലി പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നടപടികൾ ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ചയുടെ പ്രാധാന്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന രീതിയിൽ വ്യാജ വാർത്തകളും നിർബന്ധിത ബുദ്ധിയിലൂടെ തയ്യാറാക്കിയ തെറ്റായ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടാണ് അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത്. ദില്ലി പോലീസിലെ ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് വിഭാഗവും സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സെല്ലും നടത്തിയ സമഗ്രമായ പരിശോധനകൾക്കു ശേഷമാണ് വ്യാജ വാർത്തകളും AI ഡിജിറ്റൽ ദൃശ്യങ്ങളും നിർമ്മിച്ച് പ്രചരിപ്പിച്ച അക്കൗണ്ട് ഉടമകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയത്. സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും തെറ്റായ വിവരങ്ങൾ സമൂഹത്തിൽ പടരുന്നത് ചെറുക്കുന്നതിനുമുള്ള പോലീസിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി രൂപപ്പെട്ടിരിക്കുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമം കർശനമായി നടപ്പിലാക്കേണ്ടത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് അധികാരികൾ വ്യക്തമാക്കുന്നു. വ്യാജ പ്രചാരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സാമൂഹിക അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായൊരു സന്ദേശമാണ് ഈ നടപടികൾ നൽകുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ്, ട്വിറ്റർ തുടങ്ങിയ പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ദില്ലി പോലീസ് ഔദ്യോഗിക നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത്തരം വ്യാജ സന്ദേശങ്ങളും വെറുപ്പുളവാക്കുന്ന വീഡിയോകളും ഉടൻ തന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കുറ്റാരോപിതരായ അക്കൗണ്ടുകളുടെ IP വിലാസങ്ങൾ, രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവ പോലീസിന് കൈമാറണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. സാങ്കേതിക വിടവുകൾ ഉപയോഗിച്ച് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ വേഗത്തിൽ കണ്ടെത്താൻ ഈ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് വലിയ രീതിയിൽ സഹായകമാകും. ഡിജിറ്റൽ ഇടങ്ങൾ കുറ്റകൃത്യങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയാൻ ഇത്തരം ശക്തമായ ഡിജിറ്റൽ നിരീക്ഷണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതിർത്തി കടന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന 400-ലധികം വ്യാജ ഹാൻഡിലുകൾ ഇതിനോടകം തന്നെ തിരിച്ചറിയുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിലുള്ള ശക്തികളെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിപുലമായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ദേശവിരുദ്ധ ശക്തികളുടെ ഇത്തരം ഇടപെടലുകളെ പ്രതിരോധിക്കാൻ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തെയും സുരക്ഷയും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും കടമയാണ്. പ്രതിഷേധങ്ങളുടെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ദില്ലി പോലീസ് നൽകിയിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ റീച്ചും വ്യൂസും വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിന്റെ ക്രമസമാധാന നിലയെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ ദൃശ്യങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിച്ചു നൽകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന പ്രധാന സന്ദേശം. വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ വ്യൂസിനോ വേണ്ടി സമൂഹത്തിൽ വിദ്വേഷം വിതയ്ക്കുന്ന പ്രവണതകൾ തികച്ചും അപലപനീയമാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവണതകളെ ഒതുക്കേണ്ടത് നിയമവ്യവസ്ഥയുടെയും സമൂഹത്തിന്റെയും സംയുക്ത ഉത്തരവാദിത്വം കൂടിയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെയും IT നിയമത്തിലെയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റക്കാർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയുന്നതിനും ഡിജിറ്റൽ ഇടങ്ങളിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുമുള്ള നിയമപരമായ ചട്ടക്കൂടുകൾ കർശനമായി നടപ്പിലാക്കാനാണ് അധികാരികളുടെ തീരുമാനം. ഇത്തരം നടപടികൾ വരുംകാലങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് ശക്തമായൊരു സന്ദേശമായിരിക്കും നൽകുക. നിയമത്തിന്റെ ആധിപത്യം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ സമൂഹത്തിൽ സമാധാനവും ക്രമസമാധാനവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണിത്. ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന യൂട്യൂബർമാരെയും ഇൻഫ്ലുവൻസർമാരെയും ചോദ്യം ചെയ്യുന്നതിനായി വരും ദിവസങ്ങളിൽ നേരിട്ട് വിളിപ്പിച്ചേക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുറ്റാരോപിതരായ വ്യക്തികളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളും മറ്റു തെളിവുകളും ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും അന്വേഷണ സംഘം വേഗത്തിലാക്കിയിട്ടുണ്ട്. നിയമത്തിന്റെ മുന്നിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത്തരം നടപടികൾ നൽകുന്നത്. തെറ്റായ വഴികളിലൂടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് നിയമപരമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഈ അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും ആധികാരികത പരിശോധിക്കാതെ അവ ഷെയർ ചെയ്യുന്ന പൊതുജനങ്ങൾക്കും ദില്ലി പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതോ മറ്റുള്ളവരുടേത് തെറ്റായി ചിത്രീകരിക്കുന്നതോ ആയ സന്ദേശങ്ങൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിയമപരമായി വലിയ കുറ്റമാണെന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. പൗരന്മാർ കൂടുതൽ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. വ്യാജ വിവരങ്ങളുടെ
കെണിയിൽ വീഴാതെ ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കാൻ പൗരന്മാർ തയ്യാറാകേണ്ടതുണ്ട്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ദില്ലി പോലീസ് പ്രതിജ്ഞാബദ്ധമാണ്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും ഘടനയും മാനിച്ചുകൊണ്ട് മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടത് സമൂഹത്തിന്റെ പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ്. സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും വളർത്തുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം കൂടിയാണ്. നിയമപരമായ നടപടികളിലൂടെ ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ പൂർണ്ണമായും അമർച്ച ചെയ്യാൻ സാധിക്കുമെന്നാണ് ദില്ലി പോലീസിന്റെ കർശനമായ നടപടികൾ വ്യക്തമാക്കുന്നത്. സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനും രാജ്യത്തിന്റെ പുരോഗതിക്കും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും അത്യാവശ്യമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഇത്തരം കർശനമായ നിയമ നടപടികൾ വലിയ രീതിയിൽ സഹായകരമാകും. സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയും ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വ്യാപനവും ആശയവിനിമയങ്ങളെ എളുപ്പമാക്കിയെങ്കിലും അതിന്റെ മറവിൽ നടക്കുന്ന വ്യാജ നിർമ്മിതികളും അപവാദ പ്രചാരണങ്ങളും വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂട്യൂബർമാർക്കും ഡിജിറ്റൽ ഇൻഫ്ലുവൻസർമാർക്കുമെതിരെ ദില്ലി പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നിയമ നടപടികൾ ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പരിധികൾ ലംഘിച്ച് രാജ്യത്തിന്റെ ക്രമസമാധാന നില തകർക്കാനും ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർക്ക് നിയമത്തിന്റെ വഴിയിലൂടെയുള്ള കൃത്യമായ മറുപടി കൂടിയാണിത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ റീച്ചും വ്യൂസും വർദ്ധിപ്പിക്കുന്നതിനായി AI ഡിജിറ്റൽ ദൃശ്യങ്ങളും ഡീപ് ഫേക്കുകളും വ്യാജ വാർത്തകളും നിർമ്മിച്ചു നൽകുന്ന ശൈലി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് വിഭാഗവും സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സെല്ലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ സമഗ്രമായ അന്വേഷണങ്ങളും കർശന നിരീക്ഷണങ്ങളും ശക്തമാക്കിയിരിക്കുന്നത്. മെറ്റ, യൂട്യൂബ്, എക്സ് തുടങ്ങിയ പ്രമുഖ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് അയച്ചതും കുറ്റാരോപിതരായ അക്കൗണ്ടുകളുടെ IP വിലാസങ്ങളും രജിസ്ട്രേഷൻ വിവരങ്ങളും ശേഖരിക്കുന്നതും സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടുന്നതിൽ അന്വേഷണ ഏജൻസികളുടെ ജാഗ്രതയാണ് വ്യക്തമാക്കുന്നത്. അതിർത്തി കടന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് വ്യാജ ഹാൻഡിലുകൾ തിരിച്ചറിഞ്ഞ് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചതും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ കരുത്താണ് കാണിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെയും IT നിയമത്തിലെയും കർശന വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കുറ്റക്കാരായ ക്രിയേറ്റർമാരെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത് ഡിജിറ്റൽ ഇടങ്ങളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പൗരനും തങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളുടെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ടെന്ന ജാഗ്രതാ നിർദ്ദേശം ഈ വേളയിൽ പ്രസക്തമാണ്. വ്യാജവാർത്തകളുടെ കെണിയിൽ നിന്ന് സമൂഹത്തിൽ അശാന്തി പരത്തുന്നവരുടെ സ്വാധീനം കുറയ്ക്കാൻ പൊതുജനങ്ങളുടെയും കൂട്ടായ ജാഗ്രതയും ആവശ്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം ആസ്വദിക്കേണ്ട ഒന്നാണെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിനും സമാധാന അന്തരീക്ഷത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ആരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അധികാരികൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തപരമായ ഒരു ഡിജിറ്റൽ സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.